മര്യാദക്ക് വാ. മുട്ടായി അയ്യ ഇവിടെ കിടന്ന് കരയല്ലേ, ആളുകൾ കണ്ട കളിയാ. ഈ കടയിൽ കയറിയിട്ട് ഒരു മുട്ടായി എന്തെങ്കിലും മേടി, ഇതിനെ കൊണ്ട് അകത്ത് കയറിയാൽ വേറെ ഒരുപാട് സാധനം ഉണ്ട്, അതെല്ലാം വേണമെന്ന് പറയും. മുട്ടായി വാങ്ങിച്ചു തരാം ബഹളം വെക്കല്ലേ, ഇങ്ങനെ ബഹളം വെക്കല്ലേ, ആൾക്കാരുണ്ട് റോഡിന്. കേട്ടാ, നടരാജനാണ് നീ, നടരാജൻ. ടുട്ടുവാ എന്നാ ടുട്ടു എടാ ഒന്ന് പെട്ടെന്ന് വാങ്ങിച്ചോണ്ടോ വാടെ, മുട്ടായി തരും ഒട്ടിച്ച് എണ്ണാക്കലോട്ട് വെച്ചോളൂ. അതെ, ഇനി ഒരു കാര്യം ചെയ്യാ, ഇനി മോന്റെ വീട്ടിൽ പോവാ. അളിയാ നീ എങ്ങനെയെങ്കിലും ഇതിനെ വീട്ടിൽ കൊണ്ടെത്തിയത്. ആര് വീട്ടിൽ കൊണ്ട് വിടായി അളിയ, എനിക്ക് വേറെ കുറച്ച് അത്യാവശ്യമുണ്ട്, പൊളിച്ച് തിന്നോ കേട്ടോ. അതെ, നീ ഇത് കൊണ്ടാക്കി, എനിക്ക് ബാക്കി കാര്യങ്ങളത് മാനേജ് ചെയ്യണത് അപ്പക്കുട്ട സാർ അറിഞ്ഞ ആ കാലം പാവും. അതെ കണ്ട, ഈ അൻസാർ മാമന്റെ കൂടെ പോണം. അച്ഛനാ? ഏതച്ഛൻ? ഞാൻ നേതാവ്. ഇതാണ്ട് അൻസാർ മാമൻ നിൽക്കണേ. അൻസാർ കൊച്ചനോ? ഇവന്റെ മൊത്തം റിലേ പോയാ. ഈ ഒരു കാര്യം ഇവിടെ നാണം കെടുത്തല്ലേ ആളുകൾ മുമ്പ്. നീ എങ്ങനെയെങ്കിലും വേണ്ട ഈ എന്നാ കൊച്ചച്ഛന്റെ കൂടെ പോവാൻ നോക്ക്. അളിയ ഇത് പിടിച്ചേ, എനിക്ക് ഞാൻ വീട്ടിൽ കുറച്ച് കളിപ്പാട്ടം കിടപ്പുണ്ട്, അളിയ വീട്ടിലോട്ട് കൊണ്ടുപോകും, ഞാൻ കുറെ കളിപ്പാട്ടമൊക്കെ എടുത്തു വരാം. കൊച്ചിന്റെ കുറച്ച് കളിപ്പാട്ടം ഇല്ലല്ലേ, എനിക്ക് അത്യാവശ്യമുണ്ട്, ഞാൻ വരാം. കൊച്ചച്ഛൻ പോയിട്ട് വരാം കേട്ടോ. സാർ ഇതിനെ കൂടെ എങ്ങനെയും കൊണ്ടുപോയാ അളിയും കൊണ്ടുപോലെ ഞാൻ വരാം. അച്ഛൻ്റെ അമ്മ നീ ചുമ്മാ മര്യാദയ്ക്ക് വാടാ. എടാ എന്നിട്ട് വേണ്ട പ്രശ്നമായിന്ന് അവിടെ. ആ കൊണ്ടുപോവാ. പക്ഷേ ക്ലീറ്റോ ഓടി, ഓടുമല്ലോ, ക്ലീറ്റോ ഓടി, മറ്റൊന്നും ഓടാൻ പറ്റിയില്ല. ക്ലീറ്റോ ചേട്ടൻ പിന്നെ എല്ലാത്തിലും ആദ്യം ഓടുമല്ലോ. ഇത് പറയണ സത്യമാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ കല്ലൊക്കെ കൊണ്ട് ഒരാളുടെ ബോധം പോവോ? ഒരാളുടെ ബോധം കൊണ്ടാ ചിലപ്പോ പോകും. അടുത്ത നിമിഷം എന്താ നമുക്ക് അറിഞ്ഞോണ്ടല്ലോ. അത് ആ നടരാജൻ എല്ലാം അതിനാ വന്ന് പെടണേലോ എന്നാ. ഒരു കിളി പണ്ടേ പോയതാണ്, രണ്ട് കിളിയും പറഞ്ഞു. നിങ്ങക്ക് ചിരി. എന്റെ ദൈവമേ, എനിക്ക് വിഷമം തന്നെ അതിന്റെ കാര്യം ഓർത്തിട്ട്. അല്ലെന്ന് വീട്ടിലറിഞ്ഞ ആരിക്കറിയാ, എന്നോടൊന്നും പറഞ്ഞില്ല. നീ നോക്കിയിരിക്കാതെ അവളൊന്ന് സഹായിക്കാൻ പാടില്ലേ? കുറെ നാളായല്ലേ റിപ്പോർട്ടിങ്. അനങ്ങുവോ? അനങ്ങത്തില്ലല്ലോ. രാവിലെ പോണ ജോലി ചെയ്യാനാണ്, രാത്രി ഇടയ്ക്ക് ഒരു ദിവസം ഞങ്ങൾ കാണില്ലല്ലോ. മാസം മാസം ശമ്പളം വരുന്ന കാണുന്നുണ്ടല്ലോ. കണ്ടില്ലായിരുന്നു കുഴപ്പം. പോയോ? ഇങ്ങോട്ട് പോ അച്ഛാ, നമ്മൾ വീട്ടിൽ പോവാം. വീട്ടിലോട്ട് തന്നെ നമ്മൾ പോണ മക്കളെ. വാ, മിണ്ടാതെ വാ. വാവക്കുട്ടാ മിണ്ടാതില്ലേ ചാച്ച, നമുക്ക് അവിടെ പോയി കളിക്കാം മക്കളെ. അച്ഛൻ മോനോട് ഇപ്പൊ കളിക്കാം. അതെ അച്ഛന് ഒരു അബദ്ധം പറ്റിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പ്രശ്നം വീട്ടിൽ ഉണ്ടായിക്കോ പറയും. ഇവിടെ ആശുപത്രിയിൽ നിന്ന് കാണിച്ചിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങി. ഓർമ്മ കേട്ട് കിടക്കായിരുന്നു. ബോധം വന്ന് വീട്ടിൽ പോകാന്ന് പറഞ്ഞ് വിളിച്ചിറങ്ങിയപ്പോൾ അപ്പം മുതൽ ഞാൻ അച്ഛൻ്റെ കൂടെ വരുള്ളൂ, അച്ഛൻ്റെ കൂടെ വരുമ്പോൾ ഞാൻ അച്ഛനൊന്നും ചേട്ടാ, ഞാൻ അവൻ്റെ അച്ഛനൊന്നിപ്പോൾ തലയ്ക്ക് ഇത് കിട്ടിയതിന് ശേഷം ഇപ്പം അവൻ്റെ അച്ഛൻ ഞാനാണ്. അതാണ് പറഞ്ഞ് വീട്ടിൽ കൊണ്ടാക്കി കൂടായിരുന്നാ. വീട്ടിൽ കൊണ്ടുപോയാൽ അത് മറ്റേ പെണ്ണ് മുത്തുലക്ഷ്മി ഈ കണ്ടിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 5 മണിക്കൂർ കഴിയുമ്പോൾ മാറും ഇത്, 5 മണിക്കൂർ കഴിയുമ്പോൾ ഇത് ശരിയാവും. ഇനി അഥവാ ശരിയായില്ലെങ്കിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ തന്നെ കിടത്തായിരുന്നില്ലേ? ഇല്ല ലില്ലി മോളെ, ഇതിപ്പോൾ ഒരു 5 മണിക്കൂർ കഴിയുമ്പോൾ ശരിയാവുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ ഒരു 2 മണിക്കൂറായി, ഇനി ഒരു 3 മണിക്കൂറോടെ നമ്മൾ തള്ളി നീക്കിയാൽ മതി, എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ ആ മുത്തുലക്ഷ്മി അവിടെ ചെല്ലുമ്പോൾ അവൾ ഇത് കണ്ട് വല്ല ആത്മഹത്യ വല്ലതും ചെയ്ത് കളഞ്ഞു. അപ്പൊ അവരൊന്നും അറിഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല, അത് ഞാനത് മാനേജ് ചെയ്തോളാം. ശരി, അവിടെ കൊണ്ടിരുത്തി അത് വേറെ പ്രശ്നമാവും. ആൾക്കാരറിഞ്ഞാൽ അത് പിന്നെ അതിലും വലിയ പ്രശ്നമാവും. ഇവിടെ പിള്ളേരൊക്കെ ഉള്ളതല്ലേ? ഒന്നുമില്ല, കൊച്ചുങ്ങളെയൊക്കെ പിള്ളേരെന്നുള്ള ഇതിൽ നിന്നോളും. എൻ്റെ പൊന്നു മോളെ, ഞാൻ ഭരണ വഴിയിൽ ഏതെല്ലാം കടയിൽ കയറിയിട്ട് മുട്ടായി വേണം, ഐസ്ക്രീം വേണം, കളിപ്പാട്ടം വേണം, ഉടുപ്പ് വേണം, സ്നാക്കി വേണം, അത് വേണം, ഇത് വേണമെന്നും പറഞ്ഞ് വേണ്ട. ഞാനൊരു കാര്യം പറയുന്നത് വല്ലാത്ത പൊല്ലാപ്പാണതൊക്കെ, തല വെക്കരുത്. ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാ ക്ലീറ്റോ? പിന്നെ ഞാൻ വയ്യാത്ത കുട്ടിയല്ലേ. കുട്ടി